ഹായ് ഫ്രണ്ട്സ്, ബ്രൂത്ത കാട്ടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷം നമ്മളൊന്ന് സ്ക്രാപ്പിലേക്ക് വന്നതാണ്. സ്ക്രാപ്പിൻ്റെ വീഡിയോ എടുക്കാനല്ല, നമുക്കൊരു സെന്നിൻ്റെ ഒരു ബോഡി പാർട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ പഴയ പടന്മാരൊക്കെ പോയി പുതിയ പടന്മാരാണ് യുദ്ധഭൂമിയിൽ. അത് കാരണം മലയാളം എനിക്ക് വലിയ ഹിന്ദി വശമില്ല, അവർക്ക് മലയാളം വശമില്ല. അപ്പോൾ ഇത് പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ ഒരു പാടാണ്. എന്നാലും ഒരു പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്, നോക്കാം. ഈ പീസാണ് വേണ്ടത് നമുക്ക്. കാരണം ഈ പീസേ നമ്മളൊരു വണ്ടി റീസ്റ്റോർ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഭാഗം മൊത്തം തുരുമ്പിച്ച് പോയി. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തു. കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞൊരു വിധം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ? കട്ട് മുസ്ലിം ഓനി കാലാണ്. ഇതൊരു മൈനറായിരുന്നു കേട്ടോ. മൈനർ കാർബറേറ്റർ വണ്ടിയായിരുന്നു. പക്ഷേ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഊരിപ്പോയി. ബാക്കിലെ ബമ്പറും, കാരണം മൈനറിൻ്റെ ഫ്രണ്ടും ബാക്കും കിട്ടാനില്ലല്ലോ. അപ്പോൾ അതൊക്കെ സംഭവം വേണ്ട, രണ്ടും എടുത്തിട്ട് പോയി. പിന്നെ ഡോർ പാഡൊക്കെ എനിക്ക് വേണം ആദ്യം പോയി കാണും. പക്ഷെ ഇത് VXI ആയിരുന്നു തോന്നുന്നു. അത് കാരണം ഡോർ പാഡ് മറ്റേ സാധാ മോഡലായിരുന്നു. സാധാ മോഡലാണ് ഇതെന്താണോ ഇതാ മാറ്റം വരുത്തിയേക്കണാണോ? അതല്ലല്ലോ. കണ്ട ഡോർ പാഡ് കണ്ടിട്ട് VXI ഒന്നും അല്ല. എന്താണ് അവസ്ഥ? ഇതിൻ്റെ രൂപം മാറ്റിയണമെന്ന് അറിയില്ല. ഇത് മൈനറായിരുന്നു വണ്ടി. ആ കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് പരിപാടി തുടങ്ങാം. ഈ 2 പീസാണ് അതിൻ്റെ പോയേക്കണത്. ഇത് മാത്രമല്ല, കുറേ പോയിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ. നമുക്ക് വണ്ടി ഇപ്പോൾ ഇത് കൊടുക്കുമ്പോൾ അവിടെ കൊണ്ടുപോകുമ്പോൾ കാണാം മൊത്തം തുരുമ്പാണ്. കർണാടക വണ്ടിയാണ്. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് പുതിയത് കിട്ടാനില്ല. ഇത് പുതിയത് കിട്ടിയപ്പോൾ ഈ 2 പീസായിട്ടാണ്, ഈ ഒരു പീസായിട്ടാണ് വന്നിരുന്നത്. പക്ഷേ അതിപ്പോൾ അവൈലബിൾ അല്ല. നമുക്കിത് തന്നെ മുറിച്ചെടുക്കാം. വേറെ തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. ഇതിന് സൈഡൊക്കെ നീറ്റാണ്. ഏറെക്കുറെ വണ്ടികളുടെ ഇവിടെയാണ് ഈ തുരുമ്പ് കയറിയിട്ടാണ് ഈ വെള്ളം വരുന്നത്. ഇവിടെ ഈ എഡ്ജ് തുരുമ്പെടുത്തിട്ട് ഇതിൽ കൂടി വെള്ളം ഇറങ്ങിയിട്ട് വണ്ടിയുടെ ഉള്ളിൽ വരെയാണ്. എൻ്റെ വണ്ടിക്ക് പോലും അത് വന്നിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അഴുക്ക് കയറി നിന്നിട്ടാണ് വന്നത്. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ബോഡിയാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ തുരുമ്പുണ്ട്. ഇത് വേണ്ട ഇവിടെയൊക്കെ. അതാണ് ഇതിൽ കട്ട് ചെയ്യണം. ഇവിടെയൊക്കെ പോയേക്കാണ്. വേണ്ട. പിന്നെ സ്ക്രാപ്പിൽ കുറേ വണ്ടികളുണ്ട്. നമുക്കൊരു ദിവസം വന്ന് എടുക്കാം. പുതിയ കുറേ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. പുതിയെന്ന് വെച്ചാൽ നാനൊക്കെ കണ്ടമാനം വന്ന് കിടപ്പുണ്ട് ഇവിടെ. ലീനിയ അപ്പോൾ പൊളി തുടങ്ങിയിട്ടാണ്. അതായത് ഒരു കഷ്ണമായിട്ട് എടുക്കണമല്ലോ, അടിച്ചു പൊളിച്ചെടുക്കണം. നമ്മുടെ ബടൻ്റെ നീണ്ട പോരാട്ടത്തിന് ശേഷം ഒരു പീസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം നമ്മൾ വിചാരിച്ച പോലെ അത്ര സിമ്പിൾ സാധനമൊന്നുമല്ല കേട്ടോ. ഇതിവിടെ നല്ല കട്ടിയുണ്ടായി കട്ട് ചെയ്യാനായിട്ട്. ഈ പീസില്ലേ, ഇത് ഇവിടെ ഭാഗത്തിന് നല്ല ഒരു ബലമുണ്ട്. ഈ ഒരു പീസ് ഇവിടെ ഇത്രയും ഭാഗത്തിന് അത് കുറേ അടിച്ചിട്ടൊക്കെയാണ് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ അത്ര മോശമൊന്നുമല്ല ബോഡി. ഇനി അപ്പുറ സൈഡ് കട്ട് ചെയ്യുന്നുണ്ട്. അടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല രീതിയിൽ അടിച്ചാൽ മാത്രമേ അത് ഊരിപ്പോകുന്നുള്ളൂ. അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് സെല്ലെന്ന് മനസ്സിലായി. ആ 2 സൈഡിൽ നല്ല രീതിയിൽ ലോഡ് കൊടുത്താലേ വരുള്ളൂ. ഈ സാധനമൊക്കെ ഇപ്പോൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായി വന്നേക്കാം കേട്ടോ. ഈ പീസുകളൊക്കെ പനിയില്ല. വേണ്ട, ഈ പീസൊക്കെ ഒറിജിനൽ പനിയില്ല, ഡ്യൂപ്ലിക്കേറ്റ് ഒരു മെനയുമില്ല. അതുപോലെ തന്നെ ഈ റൂഫ് റെയിൽ ഒറിജിനൽ നിർത്തിപ്പോയി. ഇത് സുഖമായിട്ട് എടുക്കാം കേട്ടോ. നിങ്ങൾ എടുത്തിട്ടേ ജസ്റ്റ് പൊക്കിയിട്ടൊരു നീട്ടി വലിച്ചു കഴിഞ്ഞാൽ സംഗതി പോരും. പൊളിഞ്ഞു പോന്നു. പക്ഷേ വേണ്ട, പഴകിട്ടാന്ന് തോന്നുന്നു. പൊളിഞ്ഞു പോന്നു. ആകെ 125 രൂപ വില ഉണ്ടായിരുന്ന സാധനമാണ്. വേണ്ട, ഇവിടെയാണ് ഇത്തിരി കടുപ്പം. മാരോ
ഭാഗത്തിനാണ് നമ്മൾ കട്ടി. എന്തായാലും മറിഞ്ഞു വീഴുമ്പോൾ ചിളങ്ങാതിരിക്കാനായിട്ട് അങ്ങനെ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ടുപോയി അവിടെ കൊടുക്കണം. അതിൻ്റെ ആ തുരുമ്പെടുത്ത ഭാഗത്ത് ഇത് വെട്ടി വയ്ക്കണം. എന്നാലാണ് നമ്മുടെ പണി നടക്കുള്ളൂ. ആ വണ്ടിയിൽ കണ്ടമാനം ഇതുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ചെല്ലുമ്പോൾ കാണാം എന്തൊക്കെയാണ് അതിൻ്റെ അവസ്ഥ. ഇപ്പോൾ എവിടെ വരെ ആയെന്നും അറിയില്ല, പോയി നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ ഈ പീസ് കണ്ടോ, ഇത് നമ്മൾ ഇവിടെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ. ഇത് കംപ്ലീറ്റ് തുരുമ്പെടുത്ത് പോയേക്കാണ് ഈ പീസ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ മൊത്തം പോയേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. ഇതിനകത്ത് കണ്ടമാനം പാച്ച് വർക്ക് വരണുണ്ട്. അപ്പോൾ ഇത് ഫുൾ എന്തായാലും ചെയ്തെടുക്കണം. ഇത് വേണ്ട, ഇവിടെയൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്, തുരുമ്പെടുത്ത് കണ്ട തുളയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പീസ് മാറ്റണേ ഇവിടെ നിന്ന്. ഇനി അതുപോലെ ഈ എഡ്ജ് കണ്ട ഇവിടെ കംപ്ലീറ്റ് തുരുമ്പ. അപ്പോൾ ഇതിന്മേക്കിട്ട് പണിയാൻ നിന്ന് എന്തുപറ്റുമെന്ന് വെച്ചാൽ ഇതിൽ കൂടി വെള്ളം പിന്നെ ലീക്ക് വരും. ഈ ഗ്ലാസ് എടുത്തിട്ട് ഇനി ഇവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യണം. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീസൊക്കെ മാറേണ്ടി വന്നു. ഇന്നർ പീസുകൾ മാറേണ്ടി വന്നു ഇവിടെ. അത് ഇവിടെ മൊത്തം തുരുമ്പെടുത്ത് പോയേക്കായിരുന്നു. ഈ ഒരു ആർച്ച് ഇപ്പോൾ നമ്മൾ വെച്ചേക്കുന്നത് പുതിയതാണ്. ഈ ആർച്ച് കണ്ടോ, ഇത് പുതിയതാണ്. ഈ ഒരു പീസ് മൊത്തം പോയി. പിന്നെ ഇവിടെയൊക്കെ പാച്ച് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലൊക്കെ പാച്ച് വർക്ക് ഉണ്ട്. പിന്നെ റണ്ണിങ് ബോർഡ് 2 മാറേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു സൈഡ് മാറി. പിന്നെ എന്താ മൊത്തം തുരുമ്പായിരുന്നു. അതുപോലെ അടുത്ത റണ്ണിങ് ബോർഡ് ആ സൈഡിലേ മാറണം. കണ്ടോ, ഇത് ഇനി ഈ സൈഡിലും മാറണം. അങ്ങനെ വരുമ്പോൾ നല്ലൊരു പണിയുണ്ട് ഇതിനകത്ത്. പിന്നെ ഈ പ്ലാറ്റ്ഫോം മൊത്തം പോയി കിടക്കാം. ഈ ഒരു പീസ് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നാളെ വരും. ഈ പീസായിട്ട് മാറണമല്ലോ, കാരണം അവിടെയൊക്കെ തുരുമ്പാ. അപ്പോൾ അത് ചെയ്യണതിലും നല്ലത് ഫുള്ള് പീസായിട്ട് മാറണമാണ്. ഇങ്ങനത്തെ വർക്കൊക്കെയാണ് ഇതിനകത്തുള്ളത് മെയിനായിട്ട്. ഇതിങ്ങനെ നോക്കുമ്പോൾ ഇതിന് കുഴപ്പമില്ല. ഇതുണ്ട്, ഇതുപോലെ തുരുമ്പുണ്ട്. ഇത് കണ്ട ഇവിടെ ഈ തുരുമ്പിൻ്റെ ഉള്ളിൽ മൊത്തം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഇത് ഈ ഒരു പീസ് വെച്ചാലും പിന്നെ ഇപ്പുറത്തൊക്കെ അത് പോകും. അപ്പോൾ അതിന് നല്ലത് ഈ ഒരു പീസാണ് മാറിക്കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും. പിന്നെ ഇത് ഈ ബാക്കിലൊക്കെ ഇങ്ങനെയുള്ള ഇവിടെ കണ്ട ഇങ്ങനെയുള്ള ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മൊത്തം ചെയ്ത് വരുമ്പോൾ എത്ര രൂപ വരുമെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. കാരണം ഇത് മൊത്തം കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ പാച്ച് വർക്കിന് എത്ര രൂപ വരും എന്നുള്ളത്. അപ്പോൾ ഇതെന്തായാലും ഫുള്ള് റീസ്റ്റോർ ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യണത്. നല്ലൊരു സമയം എടുക്കും. അങ്ങനെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പൈസയും വരും സമയം വരും എന്നുള്ളതാണ്. ഈ പാച്ച് വർക്കിന് സമയം പോകുന്നത് തന്നെ ഒരു കയ്യും കണക്കില്ല. അതുപോലെ പൈസയും അവിടെ ഒക്കെ ഉണ്ട്. ആ സൈഡ് കംപ്ലീറ്റ് ഇവിടെയൊക്കെ പോയേക്കായിരുന്നു മൊത്തം. ഇവിടെയൊക്കെ ഉണ്ടോ കംപ്ലീറ്റ് ഇങ്ങനെ കുഴിത്തുരുമ്പ് പോലെ പോയിട്ട് കംപ്ലീറ്റ് ഹോളായിരുന്നു. ഇതൊക്കെ നിറച്ചും മണ്ണായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുരുമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കയറും. ഇതിൻ്റെ അകത്ത് ഫുള്ള് മണ്ണായിരുന്നു. ഇത് മൊത്തം കഴുകിയതാണ്. കഴുകി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഒന്ന് നീറ്റായത്. നിറച്ച് മണ്ണ് കയറി തുരുമ്പെടുത്ത് പോയേക്കായിരുന്നു. ഇങ്ങനെ കുഴിത്തുരുമ്പ് പോലെ ഈ സൈഡൊക്കെ കണ്ടോ. ഇതൊക്കെ ഇനി കുത്തിയിട്ട് പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. ഇതൊക്കെ തുരുമ്പായിരുന്നു. അതുപോലെ ഈ പീസ് അവിടെ കംപ്ലീറ്റ് തുരുമ്പായിരുന്നു. അതൊക്കെയാണ് സെപ്പറേറ്റ് വെച്ചേക്കണത് ഇവിടെയൊക്കെ. ഇതാണ് തുരുമ്പേറി കഴിഞ്ഞാൽ പിന്നെ തലവേദനയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് മാറ്റണം. ഗ്ലാസ് ആണെങ്കിൽ ഇപ്പോൾ പുതിയത് കിട്ടാനുമില്ല. നമ്മൾ സെക്കൻഡ് നല്ലത് നോക്കിയിട്ട് എടുക്കേണ്ടി വരും. ഈ മെയിനായിട്ട് ഈ വെള്ളം കയറുന്ന പ്രശ്നം തന്നെ ഇത് ഇവിടെ നിന്നുണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ തുരുമ്പ് കയറും കണ്ടില്ലേ. ഇങ്ങനെ തുരുമ്പ് കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം ഇറങ്ങും. അപ്പോൾ ഈ ചാനലിൽ ഉള്ളിൽ എവിടെയെങ്കിലും ഒക്കെ തുരുമ്പുണ്ടാവും. അത് നേരെ ഈ പില്ലറിലേക്ക് ഇറങ്ങിയിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇറങ്ങിയിട്ട് വണ്ടിയുടെ ഉള്ളിൽ വരും. അതാണ് ഈ തുരുമ്പിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മൾ എന്തോരം നോക്കിയാലും അത് മാറില്ല. മാറാത്തതിൻ്റെ കാര്യം ഇതാണ്. പിന്നെ ഇനി മറ്റേ AC യുടെ യൂണിറ്റ് ഒന്ന് അയച്ചു നോക്കണം. കാരണം ഇവിടെ നിന്ന് തുരുമ്പ് വരാനുള്ള സാധ്യത ഉണ്ടല്ലോ ഉള്ളിൽ നിന്ന്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് നമുക്ക് പറയാം എത്ര ചിലവൊന്ന് ഇതെന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പറയാം. പിന്നെ ഇതിൻ്റെ ഈ പീസുകളൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ ഈ പീസുകളൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഒറിജിനലൊന്നുമല്ല, ഒറിജിനലൊക്കെ നിർത്തിപ്പോയി. പക്ഷേ നല്ല പീസുകളാണ്. കാരണം നല്ല വെയിറ്റുള്ള പീസുകൾ വരുന്നുണ്ട്. എല്ലാ പീസുകളും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നെ കുഴപ്പമില്ല. അത്യാവശ്യം എല്ലാ വർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.